ഹരിയാനയിൽ ദളിത് കുടുംബത്തെ ചുട്ടുകൊന്നത് ആർഎസ്എസ് പിന്തുണയോടെ മേൽജാതിക്കാരെന്ന അഗ്നിക്കിരയായ കുടുംബനാഥൻ പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തി. ദളിത് കുടുംബങ്ങൾക്ക് നേരെയുള്ള പീഡനം തുടർക്കഥയാണെന്നും പരാതിപ്പെട്ടാൽ പോലീസ് കേസിൽ കുടുക്കുമെന്നും ദളിതർ പറയുന്നു. സ്ഥലത്തേക്കെത്തിയ ബിജെപി നേതാക്കളെ ജനം തടഞ്ഞുവെച്ചതിനെ തുടർന്ന് മാപ്പ് പറഞ്ഞ് നേതാക്കൾ തടിയൂരി. ജാതി വിവേചനത്തിന്റെ പേരിൽ കൊടും ക്രൂരതകളുടെ ജീവിതക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്ത മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറുടെ ഹരിയാനയിലെ സുൻപട്ട്. जेल पे मिलने का भी दुश्वार है सर, मुझे मिलने भी नहीं दिया जाता, मेरी चाची मम्मी कोई भी मिल भी नहीं सकते हम। पुलिस में जाते थे तो कहते हैं पैसा भरो, कहाँ से पैसा लाएं, कहाँ से इंसाफ दिलाएं, आदमी हमारे जेल के अंदर है, हम क्या करें। മേൽജാതിക്കാരുടെ അടിച്ചമർത്തലുകൾക്ക് സ്ഥിരം വിധേയരാവുന്ന ദളിത് കുടുംബങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ അനുഭവിച്ചത് 4 മനുഷ്യജീവനുകളെ പച്ചയ്ക്ക് തീ കൊളുത്തിയ സംഘപരിവാർ അജണ്ട. ദളിതനായ ജിതേന്ദ്രന്റെ 2 കുഞ്ഞുങ്ങളും വെന്തുമരിച്ചു. ഭാര്യ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങിയ ദളിത് കുടുംബത്തിന്റെ മുറിക്ക് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാർ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. 2 കൈപ്പത്തികളും പൂർണ്ണമായി വെന്തുപോയ ജിതേന്ദർ മരിച്ചു ജീവിക്കുന്നു. സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാരാണ് തങ്ങളുടെ മുറിക്ക് തീയിട്ടതെന്ന് അഗ്നിക്കിരയായ ജിതേന്ദർ വെളിപ്പെടുത്തുന്നു. രാജ്പൂത് ജാതി കെ ലോഗ് തേ വോ. ഇതിനിടയിൽ പ്രഹസനം കാണിച്ച സ്ഥലത്തെത്തിയ ബിജെപി നേതാക്കളെ ജനം രോഷാകുലരായി തടഞ്ഞു. जानवर से नीचे हमारी जिंदगी जी रहे हैं, एक पशु के लिए तो एक आदमी को जिंदा जला दिया जाता है, लेकिन हमारे समाज में से लोग जिंदा जला दिए गए. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹരിയാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ തയ്യാറാകാത്ത പോലീസ് തെളിവ് നശിപ്പിക്കുന്നതിലും ഒത്താശ ചെയ്യുകയാണ്. കുട്ടികളുടെ അടക്കം മാംസം വെന്തുകരിഞ്ഞുണങ്ങിയ വസ്ത്രങ്ങളും തെളിവുകളും പോലീസ് പരിശോധിച്ചിട്ടേയില്ല. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നതിന് വേദങ്ങളുടെ വാക്യങ്ങൾ കൊണ്ട് ന്യായം കണ്ടുപിടിച്ചവർ ഈ നരഹത്യക്ക് ഇനി ഏതു മനുസ്മൃതിയുടെ വാക്കുകൾ കൊണ്ട് ന്യായം കണ്ടുപിടിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനു ശങ്കരൻ, ദില്ലി.